ആദിയുടെയും വേദിയുടെയും മരണം പതിവ് പോലെ ആ പ്രദേശത്ത് നടക്കാറുള്ള അക്രമങ്ങളിലൊന്നായി നാട്ടുകാർ കണ്ടു. ദ്വാരകയിലും ശ്രീലകത്തും കണ്ണുനീരും കരച്ചിലുകളും മാത്രമായി. രഘുരാമൻ അധികാരികളെ സ്വാധീനിച്ചതിനാൽ ആർക്കും ഒരു സംശയം വരാത്ത രീതിയിൽ ആ കേസ് ഒതുക്കി തീർത്തു. ഒഴുകിയിറങ്ങിയ കണ്ണീരോടെ ഗൗരവ് വേദാൻഷിയെ നോക്കി. നഷ്ടമായ തന്റെ ജീവിതവും അവളുടെ പ്രാണനെയും ഓർത്ത് കരയുകയാണവൾ. അത് കാണെ ഗൗരവിന്റെ നെഞ്ചെരിഞ്ഞു. അവൻ തന്റെ പുറകിൽ നിൽക്കുന്നവരെ അതിരൂക്ഷമായി നോക്കി. ഭരതൻ അവന്റെ നോട്ടം കണ്ട് തല കുനിച്ചു. എന്നാൽ രഘുരാമൻ വന്യമായ ഒരു ചിരിയോടെ തന്റെ മീശ പിരിച്ചുകൊണ്ട് നിന്നു. ഇത്രയും ക്രൂരത ഇവളോട് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? നിങ്ങളൊക്കെ മനുഷ്യജന്മങ്ങൾ തന്നെയാണോ? മാഷേ, മാഷിന്റെ അരുമ ശിഷ്യയല്ലായിരുന്നു ഇവൾ? ആ ഇവളെ ഇവനെ പോലെയുള്ള മൃഗത്തിന്റെ മുന്നിലേക്ക് വലിച്ചെറിയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? ഗൗരവന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ ഭരതൻ രഘുരാമനെ നോക്കി നിന്നു. ചെറുപ്പം മുതൽ ദ്വാരകയെപ്പറ്റി കേട്ടു വളർന്ന എനിക്ക് നിങ്ങളെപ്പോലെയുള്ള ഒരു അസുരൻ ആ കുടുംബത്തിൽ ഉണ്ടായിപ്പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗൗരവ്, നീ എന്തിനാണോ വന്നത് ആ കാര്യം ചെയ്തിട്ട് പോകാൻ നോക്ക്. വന്യമായ ചിരി മായാതെ രഘുരാമൻ പറഞ്ഞതും ഗൗരവ് അവനെ തുറച്ചു നോക്കി. ഇല്ല, അവളുടെ പ്രതികാരം നിങ്ങൾ അർഹിക്കുന്നത് തന്നെയാണ്. ഞാനിപ്പോ ഇവളെ തടഞ്ഞാൽ ഞാൻ നിത്യവും വണങ്ങുന്ന ദൈവങ്ങൾ പോലും എന്നോട് ക്ഷമിക്കില്ല. നിങ്ങൾ ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്ക് പരിഹാരം കണ്ടേ മതിയാകൂ. അതിപ്പോ നിങ്ങളുടെ മരണമാണെങ്കിൽ അങ്ങനെ. ഗൗരവ് പറഞ്ഞു തീർന്നതും ഭരതനും രഘുരാമനും ഒരുപോലെ ഞെട്ടിയിരുന്നു. ഭരതൻ ഗൗരവന്റെ കാലിൽ വീണു. മോനെ, അങ്ങനെ പറയല്ലേ. രക്ഷിക്കണം. ചെയ്തു പോയത് തെറ്റാണെന്നറിയാം. അറിയാതെ ചെയ്തു പോയതാ. എന്നോട് ക്ഷമിക്കണം. ഈ ക്ഷമാപണം എന്നോടല്ല, അവളോടാണ്, വേദാംശയോടാണ് പറയേണ്ടത്. നിങ്ങൾ ചെയ്ത വിശ്വാസവഞ്ചനയ്ക്ക് അവൾ എന്ത് ശിക്ഷയാണോ നൽകുന്നത് അത് സ്വീകരിക്കുക. അതിൽ കവിഞ്ഞ് എനിക്കൊന്നും ചെയ്യാനാവില്ല. അത് കേട്ടതും രഘുരാമൻ അവനെ രൂക്ഷമായി നോക്കി. ഗൗരവന്റെ കാൽച്ചുവട്ടിൽ നിന്നും ഭരതൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വേദയെ നോക്കി. അവളിൽ പുതിയൊരു തിളക്കം അവൻ ശ്രദ്ധിച്ചു. അത് കാണെ ഭരതൻ ഭയന്ന് പുറകോട്ട് നീങ്ങി. വേദാൻഷി, നീ നീയാണ് ശരി. ഇതുപോലെയുള്ള പൈശാചിക ജന്മങ്ങളൊന്നും ഈ ലോകത്ത് ജീവിക്കാത്തത് തന്നെയാണ് നല്ലത്. നിന്റെ ആത്മാവിന് മോക്ഷം ലഭിക്കണമെങ്കിൽ, അതിനിവരെ ബലിയാടാക്കണമെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോളൂ. അത്രയും പറഞ്ഞുകൊണ്ട് ഗൗരവ് തന്റെ ഇരു കണ്ണുകളും അടച്ച് വലതുകൈ ചുരുട്ടി നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. അല്പസമയത്തിനുള്ളിൽ വേദാംശിക്ക് ചുറ്റും രൂപപ്പെട്ട തീഗോളങ്ങൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങി. ഗൗരവന്റെ മന്ത്രങ്ങളിൽ ക്ഷയിച്ചുപോയ വേദാംശിയുടെ ശക്തികൾ തിരിച്ചു വരുവാനായി തുടങ്ങിയിരുന്നു. ഒടുവിൽ അവൾ പൂർണ്ണമായും ഗൗരവന്റെ മാന്ത്രിക വലയത്തിൽ നിന്നും മോചിതയായി തീർന്നു. അവൾ അലറി വിളിച്ചു. ആ അലർച്ചയിൽ അവൾ പ്രകൃതിയെ ഉണർത്തി. അവളുടെ മോചനം പ്രകൃതിയുടെ നിശബ്ദ പ്രാർത്ഥനയായിരുന്നു. അവൾക്ക് കൂട്ടായി കാറ്റും കരിയിലകളും വവ്വാലുകളും ഒന്നൊന്നായി വന്നു. അവളുടെ ഓരോ ചുവടിലും ഭൂമി നിശബ്ദമായി വിറച്ചു. കാത്തിരുന്ന നിമിഷം തന്റെ പക വീട്ടാൻ അവൾ പൂർണ്ണമായും തയ്യാറായി കഴിഞ്ഞിരുന്നു. അവളുടെ ചെയ്തികളും കാറ്റിന്റെ തീക്ഷ്ണതയും ഭരതനിലും രഘുരാമനിലും ഭീതി ഉളവാക്കി. എന്നാൽ ഗൗരവ് തന്റെ കണ്ണുകൾ തുറക്കുമ്പോൾ കണ്ട കാഴ്ചയിൽ ആദ്യമൊന്ന് പരിഭ്രമിച്ചെങ്കിലും അവൾക്ക് അനുഗ്രഹം നൽകി തിരിഞ്ഞു നടന്നു. വേദാംശി പതിയെ ഓരോ ചുവടുകൾ മുന്നിലേക്ക് വെക്കുമ്പോൾ അവർ ഭയത്താൽ പുറകോട്ട് സഞ്ചരിച്ചു. ഒടുവിൽ അവൾ ഒരു അട്ടഹാസത്തോടെ ഓടിവന്ന് ഭരതന്റെ കഴുത്തിൽ പിടിമുറുക്കി. ഭരതൻ അലറി വിളിച്ചു. അവൾ ഭരതനെ ആകാശത്തേക്ക് ഉയർത്തി. അപ്പോഴും അവളുടെ കൈകൾ അവന്റെ കഴുത്തിൽ മുറുകിയിരുന്നു. ഒടുവിൽ ഭരതനെ തറയിലേക്ക് വലിച്ചെറിഞ്ഞു അവൾ. ഭരതൻ ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചതും വീണ്ടും അവൾ അവന്റെ മുഖാമുഖമായി നിന്നു. ഭരതന്റെ കണ്ണുകളിൽ കാണുന്ന ഭയം വേദ ആസ്വദിച്ചു. ശേഷം വേദ ഭരതനെ തൊഴിച്ച് താഴേക്കിട്ടു.
അവൾ മുകളിലേക്ക് നോക്കി. തങ്ങളുടെ റാണി ആജ്ഞാപിച്ചതുപോലെ ഭരതന്റെ അരികിലായി നിന്ന വൃക്ഷത്തിൽ നിന്നും ഒരു വലിയ ശിഖരമൊടിഞ്ഞ് ഭരതന്റെ വലത് കൈയിൽ വന്നു പതിച്ചു. ചുവന്ന രക്തം അവന്റെ മുഖത്ത് തെറിച്ചു വീണു. വേദനയോടെ അവൻ അലറിക്കരഞ്ഞു. അനങ്ങാനാവാതെ ഭരതൻ തന്റെ ജീവന് വേണ്ടി വീണ്ടും അവളോട് അപേക്ഷിച്ചു. ഒടുവിൽ അവൾ ഭരതന് നേരെ പാഞ്ഞു. ആ സമയം ഭീതിയിൽ നിൽക്കുന്ന രഘുരാമൻ പെട്ടെന്ന് ഗൗരവനെ വിളിച്ചു. പക്ഷേ തിരിഞ്ഞു നോക്കാതെ അവൻ നടന്നു. ഗൗരവ്, നീ ഒന്നും ഓർക്കണം. ചെങ്കോട്ടമനക്കാർ പറഞ്ഞ വാക്ക് പാലിക്കുന്നവരാണ്. ആ വാക്ക് തെറ്റിച്ച പിന്നെ ഒരിക്കലും ചെങ്കോട്ടമനക്കാർ ഈ തൊഴിൽ ചെയ്യില്ലെന്ന് നിന്റെ അച്ഛൻ ഗോവർദ്ധനൻ പറഞ്ഞിരുന്നു എന്നോട്. നിന്റെ അച്ഛൻ എനിക്ക് വാക്ക് തന്നതാണ് ഇവളിൽ നിന്നും എന്നെ രക്ഷിക്കാമെന്ന്. പറഞ്ഞ വാക്ക് പാലിക്കാതെ പോകുന്ന നീയും ഈ തൊഴിൽ ഇവിടം കൊണ്ട് നിർത്തുവല്ലേ? ആ നിമിഷം ഗൗരവ് നിശ്ചലമായി നിന്നു. അവൻ രഘുരാമനെ തിരിഞ്ഞു നോക്കി. എന്താ, പോകുന്നില്ലേ നീ? ഇവളെ ബന്ധിയാക്കാതെ നിനക്കിവിടെ നിന്നും പോകാനാവില്ല ഗൗരവ്. നിന്റെ മനയുടെ അഭിമാനം, നിന്റെ അച്ഛന്റെ ആത്മാഭിമാനം എല്ലാം എല്ലാം നഷ്ടമാക്കാനാണോ നീ വന്നത്? ക്രൂരമായ ചിരിയോടെ രഘുരാമൻ ഗൗരവനോട് ചോദിച്ചു. മടിച്ചു നിൽക്കാതെ ചെല്ല്, അവളെ ബന്ധിയാക്ക് ഗൗരവ്. വിജയിച്ച മനോഭാവത്തോടെ അവൻ കൽപ്പിക്കുമ്പോൾ മറിച്ചൊന്നും പറയാനാവാതെ ദയനീയമായി അവൻ വേദാൻഷിയെ നോക്കി നിന്നു. ഞാനിപ്പോ തിരിച്ചു പോയാ എന്റെ അച്ഛന്റെ ആത്മാഭിമാനം വ്രണപ്പെടും. ചെങ്കോട്ടമന ക്ഷയിച്ചു പോകും. പാടില്ല. അവിവേകം കാണിക്കരുത് ഗൗരവ്. അവൾ നിനക്ക് പ്രിയപ്പെട്ടവൾ തന്നെയാണ്. അവളാണ് ശരി. അവളുടെ പ്രതികാരം അനുയോജ്യം തന്നെയാണ്. പക്ഷേ അവളിപ്പോ മനുഷ്യജന്മമല്ല, ആത്മാവാണ്. അവളുടെ പ്രതികാരം മനുഷ്യരാശിയോടാണ്. തൻ്റെ മനയെ അഭയം പ്രാപിച്ചു വന്നവരെ രക്ഷിച്ചേ ശീലമുള്ളൂ. അത് തെറ്റിച്ചുകൂടാ. ഇതെല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ട് ഗൗരവ് തന്റെ സഞ്ചിയിൽ നിന്നും കുറച്ച് ഭസ്മം എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മന്ത്രങ്ങൾ ഉരുവിട്ടു. ശേഷം വേദയുടെ അരികിൽ വന്ന് നിന്നുകൊണ്ട് അവൾക്ക് നേരെ ഭസ്മമെറിഞ്ഞു. തന്റെ പ്രതികാരം തീർക്കുന്നതിൻ്റെ ഇടയിൽ അവൾ ഗൗരവ് വന്നത് ശ്രദ്ധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഭസ്മത്തിൽ അവൾ ഭരതനിൽ നിന്നും അടർന്നു മാറി. അവളുടെ ദേഹം ചുട്ടു പൊള്ളുവാൻ തുടങ്ങി. ഗൗരവ് വീണ്ടും മന്ത്രങ്ങൾ ഉച്ചരിച്ചു. ആ മന്ത്രങ്ങൾ അവളുടെ സിരകളിൽ തുളച്ചു കയറി. വേദ അലറി വിളിച്ചു. അവളുടെ ശക്തികൾ ക്ഷയിച്ചു പോയിരുന്നു. വാടിയ പൂക്കൾ പോലെ അവൾ നിലത്ത് വീണു. ആ സമയം രഘുരാമൻ ഒരു അട്ടഹാസ ചിരിയോടെ അവൾക്ക് മുന്നിലായി വന്നു നിന്നു. വേദാൻഷി, നീ എന്ത് കരുതി? എന്നെ കൊന്ന് നിന്റെ പക വീട്ടാമെന്നോ? എടീ, നീ കളിച്ചത് ഈ രഘുരാമനോടാണ്. എന്റെ രോമത്തിലൊന്ന് തൊടാൻ നിനക്കാവില്ല. അനുവദിക്കില്ല ഈ രഘുരാമൻ. തന്റെ പ്രതികാരം പൂർത്തിയാക്കാൻ കഴിയാതെ വാടിക്കിടക്കുന്ന വേദ ദയനീയതയോടെ ഗൗരവനെ നോക്കി. എന്നാൽ തന്റെ നിസ്സഹായാവസ്ഥ അവൻ അവളോടായി പങ്കുവച്ചു. അത് കേട്ട് രഘുരാമൻ പൊട്ടിച്ചിരിച്ചു. വേദ, നീ യക്ഷിയാണെങ്കിലും ഇപ്പോഴും ആ സൗന്ദര്യം അതേപോലെ തിളങ്ങി നിൽക്കുന്നുണ്ടല്ലോ പെണ്ണെ നിന്നിൽ. യക്ഷിയെ ഭ്രമിക്കാൻ ഒരവസരമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുക. നിന്നോട് എനിക്ക് അത്രയും മോഹമുണ്ട്. ഹാ, എന്ത് ചെയ്യാം, അങ്ങനെ നടക്കില്ലല്ലോ. സാരമില്ല, നിനക്ക് പകരം നിന്റെ അനിയത്തിയില്ലേ വസുന്ധര, അവളെ ഞാൻ എടുത്തോളാം. അത്രയും പറഞ്ഞതും വേദ അലറി വിളിച്ചുകൊണ്ട് അവന്റെ നേരെ പാഞ്ഞു. പക്ഷേ പെട്ടെന്ന് തന്നെ ഗൗരവന്റെ മന്ത്രങ്ങളിൽ അവൾ വീണുപോയിരുന്നു. അയ്യോ വേദ, സൂക്ഷിച്ച്! വന്യമായ ചിരിയോടെ രഘുരാമൻ അവളെ നോക്കി. സൗന്ദര്യത്തിൽ നിന്റെ അത്രയും വരില്ലെങ്കിലും അവളും ഒരു കൊച്ചു സുന്ദരിയാ. അവളെ എങ്ങനെ എന്റെ കിടക്കയിലേക്ക് കൊണ്ടുവരുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാ അറിയുന്നത് നമ്മുടെ അജിദേവിന് അവളെ ഇഷ്ടമാണെന്ന്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അവൻ തിരിച്ചു പോകുന്നതിന് മുൻപ് എന്നോട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ
അന്ന് എൻ്റെ മനസ്സ് നിറയെ നീ എന്ന ആഗ്രഹം മാത്രമായിരുന്നു. എന്തായാലും അത് നേടിയെടുത്ത സ്ഥിതിക്ക് ഇനി വസുന്ധര എന്ന മോഹവും എനിക്ക് നിറവേറ്റണം. പക്ഷേ പ്രതികാരദാഹിയായി നീ എനിക്ക് ചുറ്റും നടക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോ നിന്നെ തളയ്ക്കണമെന്ന ലക്ഷ്യവുമായി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറേയേറെയായി. പക്ഷേ എനിക്ക് മുന്നേ നീ ലക്ഷ്യം വെച്ചത് ഭരതനെയാണെന്നറിഞ്ഞപ്പോ ഞാൻ മനഃപൂർവ്വം നിന്റെ മുന്നിലേക്ക് ഈ ഭരതനെ ഇട്ടു തന്നു. ഞാൻ വിചാരിച്ച വലയിൽ നീ വീണു വേദാൻഷി. രഘുരാമൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. എല്ലാം കേട്ടുകൊണ്ട് അവൾ രൂക്ഷമായി അവനെ നോക്കി. ദാ ഇത്രയുള്ളൂ നീ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, എന്നെ എതിർക്കുന്നത് ആരായാലും ഞാൻ വേരോടെ അവരെ പിഴുതെറിയുമെന്ന്. എൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ ഞാൻ ഏതറ്റം വരെയും പോകും. ആരെ വേണമെങ്കിലും കൊല്ലും. അതിപ്പോ യക്ഷിയൊന്നോ മനുഷ്യനെന്നോ മൃഗമെന്നോ ഞാൻ നോക്കാറില്ല. കേട്ടോടി. രഘുരാമൻ പല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു തീർന്നതും വേദാൻഷി മന്ത്രോച്ചാരണങ്ങളിൽ മുഴുകിയിരിക്കുന്നവനെ ഒന്ന് നോക്കി. അത് കണ്ടുകൊണ്ട് രഘുരാമൻ അവളുടെ നേരെ വിരൽ ഞൊടിച്ചു. നീ പോകുന്നതിന് മുൻപ് ഇതും കൂടി കേട്ടോ. മീനാക്ഷി അവൾ ഋതുമതിയായി കഴിഞ്ഞ ദിവസം. അതിൻ്റെ ചടങ്ങുകൾ നടക്കുകയാണ് ദ്വാരകയിൽ. ചടങ്ങുകളൊക്കെ കഴിഞ്ഞു വേണം മീനാക്ഷി എന്ന ആഗ്രഹവും എനിക്ക് നേടിയെടുക്കാൻ. അത് കേട്ടതും വേദ അലറി വിളിച്ചുകൊണ്ട് രഘുരാമന്റെ മുന്നിലേക്ക് വന്നു. പക്ഷേ അപ്പോഴേക്കും അവൾക്ക് ചുറ്റും ഒരു മാന്ത്രിക വലയം സൃഷ്ടിച്ചിരുന്നു ഗൗരവ്. ആ മാന്ത്രിക വലയത്തിൽ നിന്നും പുറത്തു കടക്കാനോ രക്ഷപ്പെടാനോ അവൾക്കായില്ല. അതോടൊപ്പം തന്നെ അവളിൽ അവശേഷിച്ചിരുന്ന ശക്തികളെല്ലാം തന്നെ നഷ്ടമാകുകയും അവൾ അബോധാവസ്ഥയിലേക്ക് വഴുതി വീഴാനും തുടങ്ങിയിരുന്നു. എൻ്റെ വേദാൻഷി ക്ഷീണിച്ചു പോയോ? സാരമില്ല, നീ ഇതും കൂടി കേൾക്ക്. രഘുരാമൻ അവളുടെ അടുത്തായി നിന്നുകൊണ്ട് പറഞ്ഞു. മീനാക്ഷിയും നിന്റെ അനിയത്തി വസുന്ധരയും അധികം വൈകാതെ എൻ്റെ കിടക്കയിൽ കിടന്നിരിക്കും. നിനക്കവരെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ രക്ഷിക്കടി. അത്രയും പറഞ്ഞതും അവൾ ഗൗരവനെ നോക്കി. കേട്ടില്ലേ അവൻ പറഞ്ഞത്? ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ കുട്ടികളെ അവൻ ഉപദ്രവിക്കുമെന്ന്. എന്നെ വെറുതെ വിട്ടിരുന്നെങ്കിൽ ഈ മൃഗത്തെ ഞാൻ ഇല്ലാതാക്കില്ലായിരുന്നോ? എൻ്റെ കുട്ടികളെ ഈ ചെന്നായിക്ക് പിച്ചി ചീന്താൻ വിട്ടുകൊടുക്കുമായിരുന്നോ? പറ. മനുഷ്യകുലത്തിന് തന്നെ അപമാനമായി ഈ മൃഗത്തെ സുഖമായി ജീവിക്കാൻ അനുവദിക്കുന്നതാണോ നിങ്ങളുടെ ധർമ്മം? ഏത് ദൈവമാണ് അങ്ങനെ കൽപ്പിച്ചിട്ടുള്ളത്? നീതിയും ന്യായവും എല്ലാം മാറ്റിമറിക്കുകയല്ലേ നിങ്ങൾ? ഇവനെ പോലുള്ളവർ ഈ ലോകത്തിന് തന്നെ നാശമല്ലേ? എന്നോടല്പം ദയ കാണിച്ചുകൂടെ? എന്നെ ഇപ്പോൾ വെറുതെ വിട്ടാ ദാ ഇവനും അവനെയും ആ സ്ത്രീയെയും ഈ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റി സ്വമേധയാ ഞാൻ ചെങ്കോട്ടമനയിലേക്ക് വരാം. ഇതൊരപേക്ഷയാണ്. ഇരു കൈകളും കൂപ്പി അവൾ ഗൗരവന് മുന്നിൽ അപേക്ഷിക്കുമ്പോൾ ഗൗരവ് നിസ്സഹായതയോടെ അവളെ നോക്കി. വേദയുടെ യാചനയും ഗൗരവന്റെ നിസ്സഹായാവസ്ഥയും രഘുരാമൻ കണ്ടുകൊണ്ട് അവൻ പൊട്ടിച്ചിരിച്ചു. അത് കാണെ ഗൗരവന്റെ മനസ്സ് നീറിപ്പുകഞ്ഞു. അവന്റെ കണ്ണുകൾ ചുവന്നു. നോക്കു വേദാൻഷി, നീ പറഞ്ഞത് തന്നെയാണ് സത്യം. ഇതുപോലെയുള്ള പൈശാചിക ജന്മങ്ങൾ ഒന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. ഇന്ന് ഇവിടെ വെച്ച് ഞാൻ നിനക്കൊരു വരം നൽകുന്നു. എന്ന് നീ ഈ ബന്ധനത്തിൽ നിന്നും മോചിതയാകുന്നു, അന്ന് നിന്റെ പ്രതികാരത്തിന് തടസ്സമായി ചെങ്കോട്ടമനക്കാർ ഉണ്ടാവില്ല. മാത്രമല്ല, നിനക്കാവശ്യമെങ്കിൽ സഹായങ്ങളും ഞങ്ങൾ ചെയ്തിരിക്കും. ഇത് ചെങ്കോട്ടമനയിലെ ഗൗരവ് ഗോവർദ്ധനന്റെ വാക്കാണ്. അത്രയും കേട്ടതും രഘുരാമൻ ഭയത്തോടെ ഗൗരവനെ നോക്കി. നിന്നെ ഇവരിൽ നിന്നും രക്ഷിച്ച് ഇവളെ ബന്ധിയാക്കാമെന്ന വാക്ക് മാത്രമേ എൻ്റെ അച്ഛൻ നിനക്ക് തന്നിട്ടുള്ളൂ. ഇവൾ ബന്ധനത്തിൽ നിന്നും മോചിതയായാൽ ഞങ്ങൾക്കിനി നിന്നെ രക്ഷിക്കാനാവില്ല രഘുരാമ. അതുകൊണ്ട് ഇവൾ മോചിതയാകാതിരിക്കാൻ നീ കാവൽ നിൽക്കണം. ഓരോ നിമിഷവും പേടിച്ച് ജീവിക്കണം നീ. രഘുരാമന്റെ ഉള്ളിൽ ഭയത്തിന്റെ വിത്തുകൾ പാകാൻ ഗൗരവന് കഴിഞ്ഞിരുന്നു. ഞാൻ വരും രഘുരാമ. എൻ്റെ കണക്കുകൾ വീട്ടാൻ
ഞാൻ വരും. എന്റെ പ്രതികാരം നിറവേറ്റാൻ ഞാൻ വരും. കാത്തിരുന്നോ നീ? വേദാൻഷി ഉറച്ച വിശ്വാസത്തോടെ പറഞ്ഞതും ഗൗരവ് സഞ്ചിയിൽ നിന്നും ഒരു വലിയ തകിട് പുറത്തെടുത്തു. നീണ്ട പ്രാർത്ഥനകളും മന്ത്രങ്ങളുടെയും ഫലമെന്നോണം വേദാൻഷിയെ ആ തകിടിൽ ഗൗരവ് ബന്ദിയാക്കി.